സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. അതായത് ദുൽഖർ സൽമാനെതിരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം അല്ലെങ്കിൽ ഒരു അക്രമം അഴിച്ചുവിട്ട ഈ സംഘിക്കുട്ടന്മാരുടെ പരിപാടികളെ പറ്റിയൊക്കെ അല്ലെ, ക്രിസംഗിയായിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്ലെങ്കിൽ കസ്റ്റം കമ്മീഷണറിന്റെ ഒരു പരിപാടി പ്രവൃത്തികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഈ കസ്റ്റംസ് കമ്മീഷണറിന് പെട്ടെന്ന് വന്ന ആ ഒരു സാറിന്റെ കോള്, അത് ഏത് സാറായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയും കൃത്യമായുള്ള ധാരണ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം അതൊരു പക്ഷേ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന മമ്മൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലങ്കയായിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും പിടിപാടുള്ള ദൂരെ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ക്രിസംഗിയായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണറിന് കോള് വന്നു. അയാൾ പേടിച്ച് ബബബ അടിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇയാൾക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് വന്നിരുന്നതിന് ഈ കോളെല്ലാം വിളിച്ചതിന് ശേഷം ഇയാൾക്ക് എന്തോ വാക്കുകൾ കിട്ടുന്നില്ല, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പറയുകയാണ്. അതിനുശേഷം അയാൾ എണീറ്റ് പോകുമ്പോഴും അയാൾ പറയുന്നത് ഇതിൽ മമ്മൂട്ടിക്കെതിരെ വലിയ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടോ ഇല്ലെന്നൊരു കാര്യം അന്വേഷിക്കണം. അതായത് മമ്മൂട്ടിയുടെ കാര്യം ഇതിൽ വന്നിട്ടില്ല, മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖറിന്റെ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. 150 വാഹനങ്ങളോളം ഈ ഭൂട്ടാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടു, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും ആ വാഹനങ്ങളുടെ കൃത്യമായുള്ള രേഖകൾ കണ്ടുപിടിക്കാനോ ആ വാഹനങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനോ ഇവരോട് സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 35 വാഹനങ്ങളുടെ ഡേറ്റാസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഒളിവിലാണെന്നാണ് ഇവർ പറയുന്നത്. ഈ വാഹനം കണ്ടാൽ തന്നെ നമുക്കറിയാം, LC ആണെങ്കിലും അതിന് എത്രത്തോളം വലുപ്പം ഉണ്ടെന്നുള്ള നമുക്കറിയാം. അത് ഈ 90 മോഡലിലൊക്കെ ഉള്ള വണ്ടികളാകുമ്പോൾ എന്തൊരു വലുപ്പമാണ്. ആ വണ്ടിയൊക്കെ എവിടെ കൊണ്ടിട്ട് ഒളിപ്പിക്കാനാണ്? എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും AI ക്യാമറ ഇത്രയും മുക്കിന് നിരത്തി വെച്ചിരിക്കുന്നിടത്ത് ഈ വാഹനങ്ങൾ പോയിരിക്കുന്ന ആരും കാണാതിരിക്കുമോ? എത്രയെന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് റീ രജിസ്റ്റർ ചെയ്ത് ആ വാഹനത്തിന്റെ എല്ലാ ടാക്സുകളും അടച്ച് ഇറക്കുമതിയും കയറ്റുമതി ചുങ്കവും എല്ലാം കൊടുത്തുകൊണ്ട് ആ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ വാഹനം വന്നതിന്റെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ വണ്ടി വന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല എന്ന് പറയുമ്പോഴേ അതങ്ങോട്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ നമ്മൾ അറിഞ്ഞത് ആരുടെയൊക്കെ വാഹനങ്ങൾ പിടിച്ചു എന്നാണ്, അല്ലെ 30 വാഹനങ്ങൾ, അല്ലെ അതിന് താഴെ എത്രയോ പിടിച്ചോട്ടെ, എത്ര വാഹനങ്ങൾ കണ്ടുപിടിച്ചാലും 150 വാഹനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും ആകെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 പേരുടെ വാഹനങ്ങളെ പറ്റിയാണ്, 3 പേരുടെ വാഹനങ്ങളെ പറ്റിയാണ്. ആരൊക്കെയാണ്? 1 പൃഥ്വിരാജ്, 2 ഈ പറയുന്ന അമിത് ചക്കാലക്കൽ, 3 ദുൽഖർ സൽമാൻ. ഇവരുടെ 3 പേരുടെ ന്യൂസാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മെഴുകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിരുന്നു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഘിക്കുട്ടന്മാരുടെ മെഴുകൽ എൻ്റെ കമന്റ് ബോക്സിലും മറ്റുള്ള വീഡിയോസിലും ഒക്കെ ഞാൻ കണ്ടു. എന്നാൽ ഞാനൊരു കാര്യം എടുത്ത് ചോദിച്ചോട്ടെ സഹോദര, ഇവരെ ഈ പറയുന്ന കുറ്റവാളികളെ, തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനായിരുന്നു ആഗ്രഹമെങ്കിൽ ഇന്നലെ സുനിതാദാസ് എന്ന് പറയുന്ന യൂട്യൂബറും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഇവർക്ക് ഈ നിയമത്തിന്റെ മുൻപിലേക്ക് ഇവരെ കൊണ്ടുവരാനായിരുന്നു ആഗ്രഹമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 31-ാം തീയതി, കഴിഞ്ഞ മാസം 31-ാം തീയതി ഇത് മഞ്ഞരമയ്ക്ക് ഈ വാർത്ത കിട്ടി. മഞ്ഞരമ ഞാൻ കളിയാക്കി പറയണം, മനോരമ എല്ലാവരും വിളിക്കുന്ന പേര് തന്നെ ആയിരിക്കും. ആ മഞ്ഞരമയ്ക്ക് ആദ്യം ഈ വാർത്ത കിട്ടി. പിന്നീടാണ് പോലീസുകാരുടെ കയ്യിൽ പോലും ഈ വാർത്തകൾ കിട്ടുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഉള്ളവർക്ക് പോലും ഇതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്തൊരു വാർത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വയമേ പേരെടുക്കാൻ വേണ്ടിയിട്ട്, താൻ സെലിബ്രിറ്റിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രിസംഗി കാണിച്ച ചെറ്റത്തരമല്ലേ ഇത് നടന്നിരിക്കുന്നത്? സത്യം അത് തന്നെയല്ലേ? അതായത് അയാൾക്ക് ഒരു പരാതിയുമായിട്ട് വേണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോവാം, പക്ഷേ അത് മാധ്യമങ്ങളെ അറിയിച്ചു. മാധ്യമങ്ങളെ അറിയിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ വാർത്ത, ഇത്രയും ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഫേസും അയാളുടെ ഫോട്ടോയും ഒക്കെ പത്രങ്ങളിൽ വരും. അതിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടി കുറച്ച് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇവൻ കാണിച്ചു കൂട്ടിയ പരിപാടികൾ തന്നെയാണിത്, അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇത് പറയുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം വലിയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് ഈ പറയുന്ന VD സതീശൻ പലപ്പോഴും പറയുന്ന പോലെ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി പലപ്പോഴും പറയുന്നത് പോലെ ഈ കസ്റ്റംസ് കമ്മീഷണറും പൊട്ടിച്ചൊരു ബോംബാണ് ഈ പറയുന്ന ദുൽഖർ സൽമാനെതിരെയും അമിത് ചക്കാലക്കലിനെതിരെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും. പക്ഷേ അവിടെ ആരാണ് തേഞ്ഞു പോയത്? ആരാണ്? ഈ കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ. അയാള് അടപടലം തേഞ്ഞു പോയി. അതാണ് നമ്മൾ കാണുന്നത്. കാരണം അയാൾ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീപ്പ് പബ്ലിസിറ്റിയിൽ കൂടി ഫേമസ് ആവാൻ വേണ്ടി വന്നിട്ട് അവസാനം ഒന്നും കിട്ടാതെ പോയൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ദുൽഖർ സൽമാൻ ഈ വിഷയങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, മമ്മൂക്കയാണ് ഈ പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് വരട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു, പലരും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ദാ വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ ഒരു നടപടി, അല്ലെങ്കിൽ ഒരു ദുൽഖർ സൽമാന്റെ തിരിച്ചടി എന്ന് പറയുന്ന ഒരു സാധനം. അത് ദുൽഖർ സൽമാൻ പറയുന്നത്, എല്ലാ നികുതി പണങ്ങളും അടച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ നികുതികളും ഞങ്ങൾ അടച്ചുകൊണ്ട് ഈ വാഹനം ഞങ്ങളുടെ പേരിലേക്ക് സ്വന്തമാക്കിയതാണ്. എല്ലാത്തിനും, ഈ തൊടുന്നതിന് എല്ലാത്തിനും, പാർട്സിനാണെങ്കിലും
എല്ലാ സാധനങ്ങൾക്കും രജിസ്ട്രേഷൻ, ലൈസൻസ്, വണ്ടിയുടെ നമ്പർ, അങ്ങനെയുള്ള എല്ലാ ഓണർഷിപ്പ് മാറ്റുന്നതിന് എല്ലാത്തിനുള്ള ഫീസ് അടച്ചിട്ട് ഈ വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ എനിക്കെതിരെ വരുന്ന ഒരു കേസ് അതിൽ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അതൊരു കഴമ്പില്ലാത്ത കേസാണെന്നാണ് ഈ പറയുന്ന നമ്മുടെ ദുൽഖർ സൽമാൻ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പരാതിയുമായി പോയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ദുൽഖർ സൽമാനെ കൊടുക്കാൻ ശ്രമിച്ച ക്രിസംഗികൾക്ക് ഒരു വലിയ അടി തന്നെയാവും. ഞാനിട്ടൊരു വീഡിയോയിൽ വേറൊരു കമൻറ്റ് ഞാൻ കാണാനിടയുണ്ടായെന്ന് പറഞ്ഞാൽ, എംപരിവാഹൻ സൈന്യമാണ് ഈ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും പറഞ്ഞിട്ടില്ല എംപരിവാഹൻ എന്ന് പറയുന്ന സൈറ്റ് ഈ സൈന്യമാണ് അത് എന്താ പറയുക ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത്. സൈന്യം ഹാൻഡിൽ ചെയ്യുന്നില്ല, അത് മോട്ടോർ വെഹിക്കിളിൻ്റെ ആണ്, ആയിക്കോട്ടെ. പക്ഷേ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നോ? ഈ ചോദ്യം ചോദിച്ച മഹാനോട് ഞാൻ ചോദിക്കണേ, കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇത്രയും നാൾ എന്താ നിദ്രയിലായിരുന്നോ? ഈ വാഹനങ്ങൾ 150 വാഹനങ്ങളോളം അവിടെ നിന്ന് കേരളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ഇത്രയും നാൾ കിട്ടുന്ന ടാക്സ് വിഴുങ്ങി അങ്ങനെ വയറും വീർപ്പിച്ച് നീണ്ട ഏമ്പക്കം വിട്ടുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇത് വലിയൊരു അതിക്രമമായിട്ട് ഇവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ വലിയൊരു കടന്നുകയറ്റമായിട്ട് ഇവർക്ക് മനസ്സിലായത്. അതിന് മുൻപൊന്നും മനസ്സിലായിട്ടില്ല. ഈ ഇരകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് ഇതുവരെയും ഇതൊരു അതിക്രമമോ അല്ലെങ്കിൽ ഈ കടന്നുകയറ്റമായിട്ടൊന്നും ഇവർക്ക് ഫീൽ ചെയ്തില്ല. കാരണം കിട്ടാവുന്ന എല്ലാ നികുതിയും കിട്ടിയില്ല, ഇനിയിപ്പോൾ കിട്ടാനൊന്നുമില്ല, എല്ലാം കിട്ടി. ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്ത് ഇവരെ കോടതി കയറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു നഷ്ടപരിഹാര തുക കൂടി വാങ്ങി സർക്കാരിന് കൊടുക്കുക. ഏത് സർക്കാരിനാണ്? കേന്ദ്ര സർക്കാരിന്. അതിൻ്റെ ഒരു പരിപാടിയാണ് ഈ പറയുന്ന ക്രിസംഗി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ദുൽഖർ സൽമാൻ ഇപ്പോൾ പരാതിയുമായിട്ട് പോയിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വാർത്തയിൽ കേട്ട് നോക്കാം. റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്, അത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഓപ്പറേഷൻ നംകോറിൽ വാഹനം പിടിച്ചെടുത്ത കേസിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു. കസ്റ്റംസ് നടപടികൾക്കെതിരെയാണ് നടൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജും എസ് ശരണും ചേർന്നു. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, കേസിൽ നംകോറിൽ വാഹനം പിടിച്ചെടുത്ത കേസിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ നംകോറിൽ ദുൽഖർ സൽമാന്റെ ഒരു ലാൻഡ് റോവർ വാഹനമാണ് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ഈ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അല്പസമയം മുമ്പാണ് ഈ ഹർജി നൽകിയത്. ഈ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇത് റെഡ് ക്രോസ് ഇന്ത്യയിൽ എത്തിച്ച വാഹനമാണ് താൻ വാങ്ങിയതെന്നാണ് ദുൽഖർ സൽമാൻ ഈ ഹർജിയിൽ പറയുന്നത്. വാഹനം എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് എത്തിച്ചത്. ഇതിലൊന്നും ഒരിടത്തും നിയമവിരുദ്ധതയില്ല. കഴിഞ്ഞ 2024 ജൂൺ മാസം 8-ാം തീയതിയാണ് താൻ ഈ വാഹനം വാങ്ങിയത്. അതിന്റെ ഇൻവോയ്സ് അടക്കം തന്റെ കയ്യിലുണ്ട്. താൻ ഈ രേഖകളെല്ലാം കസ്റ്റംസിനെ കാണിച്ചിരുന്നു. പക്ഷേ കസ്റ്റംസിന് അത് ബോധ്യപ്പെട്ടില്ല. കസ്റ്റംസ് നികുതി അടച്ചില്ല എന്ന കാരണത്താൽ തന്റെ ലാൻഡ് റോവർ വാഹനം ഈ കസ്റ്റംസ് കൊണ്ടുപോയി പിടിച്ചെടുത്തു എന്നാണ് ദുൽഖർ സൽമാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഈ വാഹനം വിട്ടുകിട്ടണമെന്നാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഈ ഹൈക്കോടതി ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായാണ് ദുൽഖർ സൽമാന്റെ വാഹനം നേരത്തെ കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഈ നടപടി, കസ്റ്റംസിന്റെ ഈ നടപടി ചോദ്യം ചെയ്താണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ലാൻഡ് റോവർ വാഹനം, ആ വാഹനമാണ് ദുൽഖർ സൽമാനിൽ നിന്നും കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പിടിച്ചെടുത്തത്. അത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലാൻഡ് റോവർ വാഹനവും കൂടിയാണ്. എല്ലാ നിയമ നടപടികളും താൻ പൂർത്തിയാക്കി എന്നാണ് ദുൽഖർ സൽമാൻ ഈ ഹർജിയിൽ പറയുകയും ചെയ്യുന്നത്. താൻ വാഹനം വാങ്ങിയതിലും കൊണ്ടുവന്നതിലും വാഹനം എത്തിച്ചതിലും ഒന്നും ഒരിടത്തും നിയമവിരുദ്ധതയില്ല. മാത്രമല്ല, ജൂൺ മാസം 8-നാണ് 2024 ജൂൺ മാസം 8-നാണ് താൻ ഈ വാഹനം വാങ്ങിയത്. റെഡ് ക്രോസ് ഡൽഹിയിൽ എത്തിച്ച വാഹനമാണ് താൻ. അവരിൽ നിന്നാണ് ഇതിന്റെ വാഹനം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കസ്റ്റംസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം കസ്റ്റംസിന്റെ ഡ്യൂട്ടി അടച്ചിട്ടില്ല, നികുതി അടച്ചിട്ടില്ല എന്നതാണ്. താൻ പക്ഷേ അത്തരം നികുതികളെല്ലാം അടച്ചാണ് ഈ വാഹനം സ്വന്തമാക്കിയെന്ന കാര്യവും ദുൽഖർ സൽമാൻ തന്റെ ഹർജിയിൽ പറയുന്നതാലും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കസ്റ്റംസിന്റെ നടപടി റദ്ദാക്കണം, വാഹനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ദുൽഖറിനെതിരെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും അതേപോലെ തന്നെ അമിത് ചക്കാലക്കലിനെതിരെയും നടപടിയെടുക്കാനായിട്ട് മുന്നിലേക്ക് വന്ന ആളുകൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനും മറുപടി പറയേണ്ടി വരും. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹൈക്കോടതിയിലേക്കാണ് കേസ് പോയിരിക്കുന്നത്. ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ഇരിക്കുന്നത് കേരളത്തിലാണ്, അല്ലാതെ യു-പിയിലോ ബീഹാറിലോ അല്ല. നിന്റെ ഈ ചാണകം മെഴുകൽ അവിടെ നടക്കത്തുമില്ല. പണ്ട് ക്ലാസ് മുറി തണുപ്പിക്കാനായിട്ടൊരു അധ്യാപിക ക്ലാസ് മുറിയുടെ ഭിത്തിയിലെല്ലാം ചാണകം വാരി മെഴുകിയത് നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ സ്വഭാവം. അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതായത് സ്കൂൾ മുറി അല്ലെങ്കിൽ ക്ലാസ് മുറി തണുപ്പിക്കാൻ ചാണകം മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ചിന്താഗതികൾ തന്നെയായിരിക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥനും വന്നിരിക്കുന്നത്. അയാൾക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ചു കൂട്ടിയ പോരാട്ട നാടകത്തിന് വഴങ്ങി കൊടുക്കുകയായിരുന്നു ഈ പറയുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എന്ന് ഞാൻ പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് തന്നെയാണ് സത്യം. അയാൾ എന്തോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ അയാളുടെ പിന്നാലെ പോയ മാധ്യമങ്ങളെയാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. കാരണം ഇവന്മാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പത്രം എന്നുള്ള രീതിയിൽ ഒരു മൈക്കും കുത്തിപ്പിടിച്ചോണ്ട് ഒരു കമ്പും കുത്തിപ്പിടിച്ചോണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നീയൊക്കെ ഒരു കോലും പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പറയാനുള്ള അല്ല മറുപടി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവന്മാരുടെ പരിപാടി. ഒരു കോലും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലും, സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കുന്ന ചാനലുകൾ കുറച്ച് വിരളമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത്
ദുൽഖർ സൽമാനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന വമ്പൻ സ്രാവുകൾ അവസാനം പത്തി മടക്കി തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇതെല്ലാവരും ഒരുപോലെ തുല്യരാണ് തെറ്റിന്റെ മുൻപിൽ, അല്ലെ? നിയമത്തിന്റെ മുൻപിലാണെങ്കിലും തെറ്റിന്റെ മുൻപിലാണെങ്കിലും എല്ലാത്തിന്റെയും മുൻപിൽ തുല്യരാണ്. ഇപ്പൊ 3 പേര് മാത്രമല്ല, 150 വാഹനങ്ങൾ ഇറക്കിയിരിക്കുന്ന ഈ 3 പേരല്ല, ബാക്കിയുള്ള കൊമ്പന്മാരുണ്ട്. അവരെവിടെ? അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലും വാർത്തകളിൽ കണ്ട? ഞാനെങ്ങും കണ്ടിട്ടില്ല. എവിടെയാണ് ഈ വാഹനം? ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെയാണ്? എന്തെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പോപ്പുലറായി നിൽക്കുന്ന ആളുകളെ മാത്രമേ ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞാണ്. ആ ഒരു വെറുപ്പിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ ഇവരെ കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ കുറ്റക്കാരാക്കണം എന്നുള്ള രീതിയിലേക്ക്, ഒരു ചിന്താഗതിയിലേക്ക് എത്തുകയും അതിനു വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് എടുക്കുകയും ചെയ്തത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉള്ളിൽ നല്ല നീതിബോധമുണ്ട്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല നേരായ രീതിയിൽ നടത്തണമെന്നൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇയാൾ ആദ്യമേ ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ അത് ഇവിടെ നടന്നിട്ടില്ല. പോലീസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടതിന് പകരം ആദ്യം മനോരമയാണ് അറിയിച്ചത്. മനോരമയല്ലേ എന്ന് പറഞ്ഞ ഇവിടുത്തെ കോടതി ഓടാ ഇറങ്ങി, വേറെ പേര് പറയണം, ഞാൻ അത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് മനോരമയെ അറിയിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഓപ്പറേഷൻ നുംകൂർ. അത് മുൻപിലേക്ക് കൊണ്ടുവന്നത് ജിൻഡോ എന്ന് പറയുന്ന, ജിൻഡോ എന്നാണ് അയാളുടെ പേര്, ക്രിസംഗിയുടെ പേര്. ഈ ക്രിസംഗിയാണ് മുൻപിലേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര് അങ്ങോട്ട് കൊടുത്തൊരു വലിയൊരു ഹെഡ്ലൈനിൽ അയാളുടെ പേര് വരും. അടുത്ത പത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ഹെഡ്ലൈൻസിലെല്ലാം ഇയാളുടെ പേരായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇതാണ്. എന്നാൽ അവിടെ ഒന്നും പേര് വന്നിട്ടില്ല. പക്ഷേ ഇയാളിപ്പോൾ എവിടെ പോയി എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ ആട് പോയെടുത്ത് പൂടയില്ലാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തലയുമില്ല വാലുമില്ല എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ മമ്മൂട്ടി, ദുൽഖർ, പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്നവരെ നമ്മൾ അനുകൂലിക്കുന്ന, അല്ലെ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് ഇത് ഇവർ വലിയ പണമുള്ളവർ, ഇവർ വലിയ സെലിബ്രിറ്റീസ് മാത്രം ആയതുകൊണ്ടൊന്നുമല്ല. അത് ഒരു സൈഡിലാണ്. പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഈ കൊള്ളരുതായ്മ കാലങ്ങൾക്ക് മുൻപേ നടന്നതാണ്, ഇന്നലെ നടന്നതല്ല. വർഷങ്ങളുടെ ഗ്യാപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ വർഷവും ഓരോ വണ്ടികൾ വീതം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും അതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം നുങ്കൂർ, ഓപ്പറേഷൻ നുങ്കൂർ എന്നൊരു പേര് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പുലമ്പുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വലിയ രീതിയിൽ അങ്ങോട്ട് പിടിച്ചെടുക്കും, ഞങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കും, ഇനി ഇങ്ങനത്തെ ഉള്ള അതിക്രമങ്ങൾ ഞങ്ങൾ അനുവദിക്കത്തില്ല, ഞങ്ങൾ അതെല്ലാം വരച്ച് അല്ലെങ്കിൽ തുടച്ച് നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും മാധ്യമങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്ന 8ന്റെ പണിയാണ്. അതേപോലെ തന്നെ മമ്മൂട്ടിക്കും ദുൽഖറിനും പൃഥ്വിരാജിനും ഈ പറയുന്ന അമിത് ചക്കാലക്കലിനും ഒക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾക്കും കിട്ടാൻ പോകുന്ന വലിയ പണി തന്നെയാണ്. ഞാൻ പറഞ്ഞ ക്രിസംഗിയുടെ കാര്യം എന്ന് പറഞ്ഞു. ഈ സൈഡിൽ നോക്കി നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. വെനൻ TV ഇട്ടിരിക്കുന്നതാണ്. അതായത് ഈ വാഹനം പിടിച്ചിരിക്കുന്ന അമിത് ചക്കാലക്കലിന്റെ പത്രസമ്മേളനം നമ്മൾ പലപ്പോഴും കണ്ടു. ഞാനിപ്പോൾ കുറച്ച് മുൻപ് കൂടി കണ്ടതേ ഉള്ളൂ. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ജനൻ TVയിലെ ഈ വാർത്ത ഹെഡിങ് കണ്ടത്. അതിൽ കൊടുത്തിരിക്കുന്ന അമിത് ചക്കാലക്കലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾക്ക് സാധ്യത. അമിത് ചക്കാലക്കലിന്റെ കോയമ്പത്തൂർ അല്ലെ തമിഴ്നാടുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കും, ഇയാളുടെ ഈ എന്താ പറയുക റൂട്ട് മാപ്പുകൾ ചെക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തിട്ടാണ്? ഒരു വാഹനപ്രേമി ആയതിന്റെ പേരിൽ അയാളെ പിടിച്ചകത്തിടാനാണ് ശ്രമിക്കുന്നത്. അയാൾ വാഹനം എടുത്തുകൊണ്ട് വന്ന, അയാളുടെ കാശിന് എടുത്തുകൊണ്ട് വന്ന, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അയാൾ തരികയും ചെയ്തു. അതായത് സർക്കാരിന് കൊടുക്കേണ്ട എല്ലാ നികുതിയും എല്ലാ പണവും അയാൾ അടയ്ക്കുകയും ചെയ്തു. പിന്നെയും അയാളെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക, കുഴിയിലേക്ക് ചാടിക്കണം, അയാളെ കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് വരുമ്പോഴേ അത് ജാതിയും മതവും ഒക്കെ നോക്കിയാണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലർക്കെതിരെയും പല രീതിയിലുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിച്ചതും അതിന്റെ അതേ രീതിയിൽ തന്നെയായിരുന്നു. അതേ രീതിയിൽ തന്നെ മമ്മൂട്ടിക്കെതിരെയും ദുൽഖറിനെതിരെയും പൃഥ്വിരാജിനെതിരെയൊക്കെ ഇവർ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ദുൽഖർ കൊടുത്തിരിക്കുന്ന ഹർജി, ദുൽഖറിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ടെന്ന് ദുൽഖർ പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കോടതി പരിഗണിക്കുമ്പോൾ അതിലെന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. എന്തുതന്നെയാണെങ്കിലും സംഘിക്കുട്ടന്മാരുടെ മെഴുകിലും കരച്ചിലും ഒക്കെ കാണാൻ നല്ല രസമാണ്. പല രീതിയിൽ പല വിധത്തിൽ പല സമയങ്ങളിൽ ഇവരിരുന്ന് കരയുന്നത് കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്ത ദുഃഖവുമാണ്. നിങ്ങൾക്കൊന്നും ഏത് കാലത്താണ് നിങ്ങൾക്കൊക്കെ ഈ നേരം വെളുക്കുക എന്നുള്ളത് ഓർത്തിട്ട്? സ്വയമേ കണ്ണടച്ച് കഴിഞ്ഞാൽ ഇരുട്ടാണ് എപ്പോഴും, അല്ലേ? അത് മറ്റുള്ളവർ കണ്ണു തുറന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ലോകം മുഴുവനും ഇരുട്ടാണ്. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതേസമയം മറ്റുള്ളവർ കണ്ണും തുറന്നിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും, ഇന്നലകളിലും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ ആളുകളും കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ വിലയിരുത്തുന്നവരെ അടിച്ചമർത്താമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അതെങ്ങും വില പോവില്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.